ഒന്നുകൂടെ പോവാം. ഹായ് എവരിവൺ. വാട്സാപ്പിൽ മെസ്സേജ് വരുന്നത് റെഗുലറായിട്ട് ചെക്ക് ചെയ്യാറുണ്ടോ? അതായത് ഇന്നത്തെ കാലത്ത് ഇൻസ്റ്റാഗ്രാമും വാട്സാപ്പിലൊക്കെയാണ് നമ്മൾ ജീവിക്കുന്നത് തന്നെ. അപ്പോൾ ഈയിടെയായിട്ട് റിസർവ് ബാങ്കിൻ്റെ ഒരുപാട് മെസ്സേജസ് വാട്സാപ്പ് ത്രൂ വരുന്നുണ്ട്. പലരും അത് കാണുന്നുണ്ട്, പലരും അത് കണ്ടിട്ട് മൈൻഡാക്കുന്നില്ല. പക്ഷെ നിങ്ങൾക്കറിയോ, ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളാണ് ആ മെസ്സേജിലൂടെ അവർ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഈ ഇടയ്ക്ക് അതിലൊരു മെസ്സേജ് ഞാനും ഇതുപോലെ റാൻഡമായിട്ട് എടുത്ത് വായിക്കാനിടയായി. അപ്പോൾ എനിക്കത് നിങ്ങളോട് ഷെയർ ചെയ്യണം തോന്നി. അതായത് കുറേ കാലങ്ങളായിട്ട് നിങ്ങളൊരു അക്കൗണ്ട് യൂസ് ചെയ്യുന്നില്ല, നിങ്ങളുടെ ഒരു ബാങ്ക് അക്കൗണ്ട്. അതിപ്പോൾ നിങ്ങളോ നിങ്ങളുടെ കുടുംബത്തിലോ ആരെങ്കിലും ആയിരിക്കും ഒരു 10 വർഷമൊക്കെ ആയിട്ട് പ്രവർത്തനരഹിതമായ ഒരു ബാങ്ക് അക്കൗണ്ട് നിങ്ങൾക്കുണ്ട്. എന്നാൽ അതിൽ കുറച്ച് ഫണ്ട് ഉണ്ടായിരുന്നു, നിങ്ങൾ ആ കാര്യമേ അങ്ങ് മറന്നുപോയി. നിങ്ങൾക്കതിന് തിരിച്ചു കിട്ടുമോ എന്നൊരു ഡൗട്ട് നിങ്ങളുടെ തലയിലുണ്ടെങ്കിൽ ഉറപ്പായിട്ടും തിരിച്ചു കിട്ടുന്നതാണ് ആ മെസ്സേജിൽ എഴുതിയിരിക്കുന്നത്. അതായത് നിങ്ങൾക്ക് ആ തുകയും അതിൻ്റെ പലിശ ഉണ്ടെങ്കിൽ അതും സഹിതം ക്ലെയിം ചെയ്യാനായിട്ട് സാധിക്കും. അതിനായിട്ട് നിങ്ങൾ ആ ബാങ്ക് അക്കൗണ്ട് ഉണ്ടായിരുന്ന ബാങ്കിൻ്റെ ബ്രാഞ്ചിലേക്ക് പോവുക, നിങ്ങളുടെ KYC അവിടെ സബ്മിറ്റ് ചെയ്യുക. നിങ്ങൾക്ക് അതിന് വേണ്ടി എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാൻ സാധിക്കും എന്നാണ് RBI ഈ ഒരു മെസ്സേജിലൂടെ പറയുന്നത്. അപ്പോൾ ഇത് ഞാൻ എടുത്തു പറയാൻ കാരണം, പോയ പൈസ തിരിച്ചു കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെല്ലാവർക്കും സുഖമുള്ളൊരു കാര്യമല്ലേ. അപ്പോൾ ഇങ്ങനെയുള്ള നിരവധി ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ആ വാട്സാപ്പിൻ്റെ മെസ്സേജസിനകത്തുണ്ട് എന്നെനിക്ക് മനസ്സിലായി. അപ്പം പൊതുവായിട്ടൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് നല്ലതാണെങ്കിൽ, നമ്മൾ ബാങ്ക് എക്സാമിന് വേണ്ടിയിട്ടല്ലേ പഠിക്കുന്നത്, ബാങ്കിൻ്റെ തന്നെ ഒരു കാര്യമാകുമ്പം അതും റിസർവ് ബാങ്ക് പറയുമ്പോൾ നിങ്ങളിലേക്കൂടെ എത്തിക്കാമെന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ ഉറപ്പായിട്ടും ഇങ്ങനെയുള്ള ഏതെങ്കിലും മെസ്സേജ് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ, അതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഉപയോഗമുള്ള കാര്യമുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ ബാങ്കുമായിട്ട് നിങ്ങൾ സംസാരിക്കാം. അതിന് ക്ലിയർ ആയിട്ടൊരു ക്ലാരിറ്റി വരുത്തി പൈസ കിട്ടുകയാണെങ്കിൽ കിട്ടട്ടെ.